പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും കൂദാശകളും ഭക്ത കർമ്മങ്ങളെല്ലാം നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന പടവുകളാണ്. പണ്ടത്തെ പള്ളികളുടെ മുൻവശത്തെല്ലാം പള്ളികളിലേക്ക് കയറുന്നത് നമ്മൾ നീണ്ട പടികൾ അതല്ലെങ്കിൽ നടകൾ കയറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നടമണി അടിക്കുക എന്നൊരു രീതിയുമുണ്ടല്ലോ. അപ്പോൾ ഈ നടമണി അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ നടയിലെങ്കിലും എത്തിയിരിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ നടയിലൂടെ മാത്രമേ നമുക്ക് പള്ളിയിലോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ നടയിലിരുന്നാൽ പോരാ, നടയും കടന്ന് നമ്മൾ ഉള്ളിലേക്ക് കടക്കണം. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ മറ്റ് എല്ലാ കർമ്മങ്ങളും അത് നടകളാണ്, മാർഗങ്ങളാണ്, വഴികളാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ നടകളിൽ ഇരുന്ന് പോവുകയാണ്, നടകളിൽ ആശ്രയം കണ്ടെത്തുവാണ്. ഇപ്പോഴാണ് നടകളിലാണെങ്കിൽ ഒത്തിരിയേറെ ആളുകളിങ്ങനെ തമ്പടിച്ചിരിക്കുക, കൂടാരം അടിച്ചിരിക്കുക, പരസ്യം കൊടുത്തിരിക്കുക, പല പേരിൽ. അത് ഏത് പേരും ആകാം. ധ്യാന കേന്ദ്രം എന്നുള്ള പേരാകാം, പ്രയർ ഗ്രൂപ്പ് എന്നുള്ള പേരാകാം. അവിടെ മറ്റുള്ളവരെ തളച്ചിടുകയാണ്. അപ്പോൾ അവരൊട്ടൊരിക്കലും പള്ളിയിലോട്ട് കയറുകയുമില്ല, മറ്റുള്ളവരെ കയറ്റുകയാണ്. നമുക്കറിയാം, പണ്ടിയും ഈ പള്ളികളുടെ നടകളിലെല്ലാം യാചകർ വന്നിരുന്ന് ഭിക്ഷയാചിക്കുമായിരുന്നു. അവരൊരിക്കലും പള്ളിക്കുള്ളിൽ കയറാറില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, കൈ നീട്ടും കിട്ടണം. അപ്പോൾ എന്തെങ്കിലും ലഭിക്കാനാണ്, അതല്ലാതെ ദൈവത്തിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയല്ല. മിക്കവാറും നമ്മുടെയുള്ള ഈ പ്രാർത്ഥനകളൊക്കെ അല്ലെങ്കിൽ ഭക്തകർമ്മങ്ങളൊക്കെ അതിൽ തന്നെ ഒതുങ്ങിക്കഴിയുമ്പോൾ നമ്മളും ഇവരെ പോലെ ആകുന്നില്ലേ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. ഇതൊക്കെ വേണ്ടെന്നല്ല, ഇതെല്ലാം വേണം. പക്ഷെ ഇതിൽ കുടുങ്ങിപ്പോകരുത്. ഇതെല്ലാം നമ്മെ സ്വർഗത്തിലേക്കും ദൈവത്തിങ്കിലേക്കും നയിക്കുന്ന പാതകൾ മാത്രമാവണം. പക്ഷെ ഇന്ന് ഈ നമ്മുടെ ഈ നടകളിൽ കുടുങ്ങിക്കിടക്കുവാണ്. നടകളിലേക്കാണ് ആളുകളെ ആകർഷിക്കുന്നത്, അവിടെ ഇരിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. രോഗശാന്തി കിട്ടും, സൗഖ്യം കിട്ടും, എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി എന്തെങ്കിലും ലഭിക്കാനായിട്ട് ആളുകൾ വരുന്നവരെല്ലാം അവിടെ കുടുങ്ങിപ്പോവുകയാണ്. അവരിൽ എത്ര പേര് ശരിക്കും ഈ ദേവാലയത്തിനുള്ളിലേക്ക് സ്വർഗത്തിലേക്ക് കയറുന്നുണ്ട് സംശയമാണ്. അതിന് എത്ര പേര് പ്രേരിപ്പിക്കുന്നുണ്ട് സംശയമാണ്. അപ്പോൾ ഈ നടകളിലുള്ള തമ്പുകളിൽ കുടുങ്ങി അവിടുന്ന് കിട്ടുന്ന കാര്യങ്ങൾ മേടിച്ചും കൊടുത്തും ഈ ഇരിക്കുന്നവർക്കും കിട്ടുന്നുണ്ട്, ഈ ചെല്ലുന്നവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു രോഗശാന്തിയായിട്ടും സൗഖ്യമായിട്ടും ഒക്കെ അവർക്കും കൊടുക്കും. എന്നിട്ട് തിരിച്ചു പോകും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. ഈ നടകളിലെല്ലാം പല തമ്പുകളുണ്ട് കേട്ടോ, പല കൂടാരങ്ങളുണ്ട്, പല പ്ലേസുകളുണ്ട്. ഒരിടത്തു നിന്ന് പോയിട്ട് ഉദ്ദേശിച്ച് കിട്ടിയില്ലെങ്കിൽ എന്നാൽ അടുത്തടുത്തേക്ക് പോകും. എന്നിട്ട് നല്ല പബ്ലിസിറ്റിയുമുണ്ട്. ചില തമ്പുകളിലാണെങ്കിൽ രോഗശാന്തി ശുശ്രൂഷയുടെയും രോഗശാന്തി കിട്ടിയവരുടെ ലിസ്റ്റുകളും പരസ്യങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ രോഗങ്ങൾ സൗഖ്യപ്പെട്ടതാനുള്ള സാക്ഷ്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കുകയും പറയുകയൊക്കെ ചെയ്ത് ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുകയാണ്. അവിടെ നടകളിൽ ഒതുങ്ങുകയാണ് മനുഷ്യൻ്റെ ജീവിതം. നടകളാണ് സ്വർഗമെന്ന് വിചാരിച്ചിരിക്കുക. നടകളിലാണ് സ്വർഗമെന്നും നടകളിലാണ് നമ്മുടെ രക്ഷയെന്നും ഈ നടകളിലൂടെയാണ് നമുക്ക് രക്ഷ കൈവരുന്നതെന്നും ഈ രോഗശാന്തിയും സൗഖ്യങ്ങളൊക്കെ ലഭിക്കുന്നതെന്നും ആണ് നമ്മുടെ വിശ്വാസം. പക്ഷേ നമുക്കറിയാം, ഈ ഭക്തകർമ്മങ്ങളെല്ലാം പ്രാർത്ഥനകളെല്ലാം ഈശോയിലേക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള നടകളാണ്. ഈ നടകളിലേക്ക് നയിക്കുന്ന പാതയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ പല പാതയിലൂടെയാണ് വരിക ഈ നടയിലേക്ക്. അത് വിശ്വാസം എന്ന പാതയിലൂടെയാണ്. ഇനി വിശ്വാസം എന്ന പാത കൊണ്ടാണ് എന്ത് ചെയ്യണം, ഈ പാതയിൽ കിടക്കണം എന്ത് ചെയ്യണം, അതിനെ സഹായിക്കുന്നതാണ് രോഗശാന്തികളും വചന ശുശ്രൂഷകളെല്ലാം ഈ വിശ്വാസം എന്ന പാതയിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നതാണ്. പണ്ട് കാലത്ത് നമുക്കറിയാം, നമ്മൾ വീടുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ധാരാളം തോടുകളുണ്ടാവും. അവയെല്ലാം കടന്ന് പിന്നെ ചെറിയ ഇടവഴികൾ പാതകളൊക്കെ കടന്നാണ് പിന്നെ അവസാനം ഈ നടകളിൽ എത്തിച്ചേരുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയാകുന്ന ഈ നടകളിൽ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് വിശ്വാസമാകുന്ന പാതയിലൂടെ വരണം. അപ്പോൾ വിശ്വാസമാകുന്ന പാതയിലൂടെ നമുക്ക് കടക്കാൻ സഹായിക്കുന്നതാണ്
ഈ അത്ഭുതങ്ങളും രോഗശാന്തികളും അടയാളങ്ങളും വചനപ്രഘോഷണവും എല്ലാം. അപ്പോൾ നമ്മളെ വചനപ്രഘോഷണവും നമ്മുടെ രോഗശാന്തികളെല്ലാം ഈ വിശ്വാസം എന്ന പാതയിലേക്ക് കടക്കുവാൻ സഹായിക്കട്ടെ. ഈ വിശ്വാസം എന്ന പാതയിലൂടെ കടന്ന് നമ്മൾ എന്താ പറയുക, പ്രാർത്ഥനകളാകുന്ന നടകളിൽ എത്തിച്ചേരുന്നു. ഈ നടകളിൽ നമ്മൾ ഒതുങ്ങിക്കൂടാ, നിന്നുകൂടാ, വളരണം, മുന്നോട്ട് പോകണം. അവയെല്ലാം വിട്ട്, ഈ നടകൾ വിട്ട് യേശുവിൽ എത്തിച്ചേരണം. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.